പൊതുജന മധ്യത്തിൽ അപമാനിച്ചു എന്ന സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് എടുത്തിരിക്കുന്നു. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് സാന്ദ്രയുടെ പരാതി. നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് രണ്ടാം പ്രതി. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. അതിനു മുമ്പ് സാന്ദ്ര തോമസ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. സാന്ദ്ര, നടത്തിയത് ചെറിയ നിയമ പോരാട്ടമല്ല, അനുഭവിച്ച സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ചെറുതല്ല. പലതവണ സാന്ദ്ര ഇത് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോഴും ഇത് നിയമ നടപടിയിലേക്ക് പോകുമോ? ഇത്രയും വമ്പൻ സ്രാവുകളെ ഏത് തരത്തിലാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം സ്വയവും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണോ സാന്ദ്ര വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും എനിക്ക് ഇപ്പം അപർണ പറഞ്ഞത് 100% സത്യമാണ്. ഇതിനകത്ത് സ്വയം ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് വേണോ? കാര്യം അവരെല്ലാം ഒരുപാട് ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ ഇത് ഫൈറ്റ് ചെയ്യും? കൂടാതെ ഞാൻ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇൻഡസ്ട്രിയിലുള്ളതും എൻ്റെ വളരെയധികം അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പോലും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, എന്തിനാണ് അവരോട് ഫൈറ്റിന് നിൽക്കുന്നത്? ഇനി സിനിമ ചെയ്യണ്ടേ? നമുക്ക് സിനിമയല്ലേ വേണ്ടത്? സിനിമ ചെയ്യണ്ടേ? ഇങ്ങനൊരു വഴക്കിന് പോയി കഴിഞ്ഞാൽ ഇനി സിനിമ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി സിനിമ ചെയ്യാൻ പറ്റില്ല, അപ്പൊ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷെ അവിടെയൊക്കെ എൻ്റെ ഉള്ളിലെ ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ പലരും അനുഭവിച്ച വിഷമങ്ങൾ കണ്ടതിന്റെ ആയിരിക്കാം, എനിക്ക് പ്രതികരിക്കണം, ഇനി ഇത് സഹിച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, ഞാനിപ്പോൾ പ്രതികരിച്ചേക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പുരുഷന്മാരും ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. പക്ഷെ മുന്നോട്ട് വന്ന് സംസാരിക്കാനായിട്ട് അവർക്കുള്ള ആർജവം ഇല്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് അവരുടെ ഉപജീവന മാർഗമാണ് സിനിമ എന്ന് പറയുന്നത്. അത് മുടങ്ങിപ്പോകും എന്നുള്ളൊരു ഭയത്താല് പലരും മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്നവരാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന പലരും. കുറച്ചു പേരുടെ കൈകളിൽ മാത്രമായിട്ട് ഈ അധികാരം ഒതുങ്ങുകയും അവര് ഇൻഡസ്ട്രി ഭരിക്കുകയും അവര് തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തുകയും നമ്മളെല്ലാം സ്ലേവ്സ് ആയിട്ട് കാണുകയും ചെയ്യുന്നതിനോട് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. സാന്ദ്ര, ആൻഡോ ജോസഫ് രണ്ടാം പ്രതിയാണ്. എനിക്ക് തോന്നുന്നു വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ രൂക്ഷമായിട്ട് സാന്ദ്ര പരാതി ഉന്നയിച്ചത് കുറച്ചുകൂടി ആൻഡോ ജോസഫിനെതിരെയാണ്. അപ്പോഴും രണ്ടാം പ്രതി എന്ന ഘടകത്തിൽപ്പെടുത്തിയിരിക്കുന്നു. അത് തൃപ്തമാണോ? കാരണം സിബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ 23-ാമത്തെ വയസ്സിൽ സിനിമയിൽ വന്ന ഒരാളാണ്. ഞാൻ അന്നു മുതൽ, എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ എന്നെ ഉപദ്രവിക്കുന്ന ഒരാളാണ്. അത് അന്ന് മുതൽ പലപ്പോഴും ഞാൻ പല ഇന്റർവ്യൂസിലും ഒക്കെ ഞാൻ പറയാതെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു വ്യക്തിയെ, എന്നെ ഒരു സ്ത്രീയായിട്ടോ അല്ലെ ഒരു പെൺകുട്ടിയായിട്ടോ ഒന്നും കാണണ്ട, ഒരു വ്യക്തിയെ, സിനിമയിലേക്ക് വരുന്ന, സിനിമ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തിയെ സിനിമയിൽ ഇത്രയും ശക്തരായ ആളുകൾ ഒരിക്കലും ഇത്രയധികം ഉപദ്രവിക്കാൻ പാടില്ല, ഒതുക്കി ഓടിക്കാനായിട്ട് പാടില്ല. അവർ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തൊരു കൈ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം പലപ്പോഴും എന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എൻ്റെ എന്താ പറയാ, എൻ്റെ വിൽ പവർ കൊണ്ടായിരിക്കാം ഞാൻ അതിനെയൊക്കെ ചെറുത്ത് നിന്ന് മുന്നോട്ട് വന്ന് ഇത്ര ദൂരം എത്തിയത്. പിന്നെ ഇത് പുറത്തേക്ക് വന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അത് പുറത്തു വന്നതിന് ശേഷം ആളുകൾ ഇതിനോട് പ്രതികരിക്കുകയും മീഡിയ അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ധൈര്യം വന്നു. പിന്നെ സർക്കാർ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണെന്ന് മനസ്സിലാക്കിയത് കൂടെ കൊണ്ടാണ് മുന്നോട്ട് വരാം, ധൈര്യമായിട്ട് മുന്നോട്ട് വരാം എന്ന് തീരുമാനിച്ചു. സാന്ദ്ര, അത് ആ ഒരു വാക്ക്, കാരണം ഹേമ കമ്മിറ്റി വരുന്നു, ഇത്തരം പരാതികൾ വരുന്നു, അല്ലെങ്കിൽ ചില ഫ്രെയിംഡ് പരാതികൾ വരുന്നു എന്നുള്ള ആരോപണങ്ങൾ മറുഭാഗത്ത് വരുന്നു, ഇത് ഇവിടെ വെച്ച് തീർന്നു എന്നുള്ള ഒരു പൊതുബോധ്യമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായിരുന്നു. WCC ഒക്കെ വളരെ പതുക്കെയാണ് ഇത് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. അപ്പോൾ സാന്ദ്ര, ഇത്തരം ഒരു ട്വിസ്റ്റിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമ്പോൾ പതുക്കെയാണെങ്കിലും നടപടി ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്നുണ്ട് ഭരണകൂടം എന്നൊരു സന്ദേശം ഇതിലൂടെ പുറത്തു വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതെ. കാര്യം ഇത് ഒരാൾക്ക് മാത്രം സംഭവിച്ചേക്കുന്ന കാര്യങ്ങളല്ല, ഇത് ഇൻഡസ്ട്രിയിലുള്ള പലവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതെല്ലാം ഒതുക്കി തീർക്കപ്പെടുകയാണ്. ഇപ്പം എന്നെ പുറത്താക്കിയതുപോലെ തന്നെ ഫെഫ്കയിലുള്ള ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ന്യൂസ് ആവപ്പെടുന്നില്ല. അവരുടെയൊക്കെ കുടുംബങ്ങളെ പോലും ആക്രമിക്കുന്നുണ്ട്. അതൊന്നും എവിടെയും ന്യൂസ് ആവുന്നില്ല. കാര്യം അവരൊക്കെ പാവപ്പെട്ട ആളുകളാണ്, അവർക്കൊന്നും എന്താ പറയുക, ഫേസ് വാല്യൂ ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും
ഈ പറയുന്നത് പോലെ മുന്നോട്ട് വന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ജോലി ചെയ്യുകയാണ്, ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. അതാണ് ഈ പ്രബലന്മാരോട് എനിക്ക് പറയാനുള്ളത്. അവരുടെ അത്രയും ശക്തരല്ലായിരിക്കാം, പക്ഷെ അവരുടെ അത്രയും ബുദ്ധി ഇല്ലാത്തവരാണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിക്കരുത് അവര്. ഇപ്പൊ പോലും ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പല ചാനലുകളിലും ഇരുന്ന് പറയുന്നുണ്ട്, ഞാനും സാൻഡ്രയും തമ്മിൽ ഒരു മീറ്റിംഗിലും ഒരുമിച്ച്. അതാണ് സാന്ദ്ര, ഇതെല്ലാം ഒത്തുതീർപ്പായി, എല്ലാം സമവായത്തിലായി, സാന്ദ്രയെ ഒന്നിൽ നിന്ന് മാറ്റി നിർത്തുകയില്ല എന്നാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ പോലും. അതിലൊരു കഴമ്പുമില്ല അല്ലേ? ഒരു കഴമ്പുമില്ല. അത് തീർത്തും അവാസ്തവമായ കാര്യമാണ്. ഞാൻ അവിടെ തന്നെ ഏഷ്യാനെറ്റിലാണിത് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവിടെ വെച്ച് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് തെറ്റാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ 2 തവണ മീറ്റിംഗിൽ ഇരുന്നിട്ടുണ്ട്. അതും ഒരു തവണ അദ്ദേഹം ചേംബറിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ചിട്ടാണ് അന്ന് ഇറങ്ങിപ്പോയത്. എന്നെ ഇനി മലയാള സിനിമ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഇറങ്ങി പോവുകയും അന്ന് എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ നിർത്തിച്ചു വെക്കുകയും ചെയ്തു. അന്ന് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോവും എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെട്ട് അത് മാറ്റി എനിക്ക് തന്നത്. രണ്ടാമത് ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞ സിനിമയുടെ കേസിൽ അദ്ദേഹം കള്ളത്തരമാണ് ഇപ്പൊ ചാനലുകളിൽ ഇരുന്ന് പറയുന്നത്. ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ 25 ലക്ഷം രൂപ കോമ്പൻസേഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചൊരു സിനിമയാണ്. അതിന് കാരണം ആ സിനിമ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഞാനാണ്. അതിന് ആ സമയത്ത് ആ പ്രോജക്ട് വാല്യൂ അന്ന് തട്ടത്തിൻ മറയത്തെന്ന് പറയുന്ന സിനിമ 2.5 കോടി സാറ്റലൈറ്റ് മാത്രം പോയിരിക്കുന്ന ഒരു സിനിമ. ഇതിന് 2.10 മാത്രമാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പൊ ടേബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇവർ എന്റെ അടുത്ത് നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നത്. അതിന് പേരിൽ കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറ്റ്ലീസ്റ്റ് 25 ലക്ഷം രൂപയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞ് തീരുമാനമാക്കിയെടുത്ത് എന്റെ അന്നത്തെ പാർട്ട്ണറായ ശ്രീ വിജയ് ബാബുവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് വിളിച്ചു വരുത്തി എന്നെയും ജൂഡിനെയും മിഥുനെയും അവിടെ ഇരുത്തി എന്നെ അവരുടെ മുന്നിൽ വെച്ചാണ് എന്നോട് പറയുന്നത്, എന്നെ ഇനി മലയാള സിനിമ ചെയ്യിക്കില്ല, ഇനി ഫെസ്ക ഞാനുമായി സഹകരിക്കില്ല, ഇനി സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫെസ്ക സഹകരിക്കില്ല, ഇത്രയും കോമ്പൻസേഷൻ മേടിച്ചിട്ട് കാര്യം ഇവരുടെ കയ്യിൽ നിന്നാണ് ആ പൈസ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം കോമ്പൻസേഷൻ അല്ല, എന്നോട് അവർ മോശമായി പെരുമാറിയതിന് എനിക്ക് അപ്പോളജിയാണ് വേണ്ടത്. എനിക്ക് ഒരുപാട് വിഷമായി. കാര്യം എന്റെ വീട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്. മിഥുനും ജൂഡിനും ഒക്കെ ഭക്ഷണം കൊടുത്ത് എന്റെ പേരൻസിനടക്കം എല്ലാവർക്കും ഒരുപാട് വിഷമമുള്ളൊരു ഇൻസിഡന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോളജി ലെറ്റർ ആണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ് ഇവർ 2 പേരെ കൊണ്ടും അപ്പോളജി ലെറ്റർ അദ്ദേഹത്തിന്റെ മുന്നിലിരുത്തി ഞാനും അദ്ദേഹവും മിഥുനും ജൂഡും കൂടി ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ ഈ അപ്പോളജി ലെറ്റർ എഴുതി തരികയും ഈ ഞാൻ ചെലവാക്കിയ 3.5 ലക്ഷം രൂപയും പ്ലസ് ഒരു 3 ലക്ഷം രൂപയും കൂടെ ചേർത്ത് മൊത്തം 7 ലക്ഷം രൂപയാക്കി, ഒരു റൗണ്ട് ഫിഗർ ആക്കി 7 ലക്ഷം രൂപയാക്കി എനിക്ക് തരാമെന്ന് പറഞ്ഞ് തീരുമാനമാക്കി. കാര്യം 25 ലക്ഷം രൂപ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചൊരു കാര്യത്തിനാണ് അദ്ദേഹം ഇരുത്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ മനസ്സോടെയാണ് അന്നത് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് അദ്ദേഹം ചാനലുകളിൽ വന്നിരുന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അത് പറയുന്നത്. ഞാൻ 7 ലക്ഷം രൂപ കോമ്പൻസേഷൻ മേടിക്കുകയും ജൂഡിന് ആ സിനിമയിൽ സാലറി ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വന്നതായിട്ടും ഒക്കെ പറയാണ്. എന്തിനാണ് ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായത്? അതായത് സാന്ദ്ര, ഇതിനകത്ത് ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. ഈ കേസ് ഈ തരത്തിലെത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് സാന്ദ്ര. ഇതുമായിട്ട് മുന്നോട്ട് പോകും, അതാണ് അതിന്റെ ഒരു ആകത്തുക അല്ലേ? അതൊരു കൃത്യമായിട്ട് ഞാൻ കോയിൻ ചെയ്ത് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. എന്നെ ഈ ഒരു തരത്തിലും അവർക്ക് തളർത്താനും പറ്റില്ല. എന്നെ ഒരു തരത്തിലും അവർക്ക് ഇനി എന്നെ പിന്നോട്ട് എന്തൊക്കെ രീതിയിൽ എന്നെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ മുന്നോട്ട് പോകും. 14 വർഷം ഇവരെയൊക്കെ അതിജീവിച്ച് ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്.